നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 30-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 17-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അവിട്ട നക്ഷത്രം ആരംഭിക്കുന്നതേ ഉള്ളൂ. ഫുൾ അവിട്ട നക്ഷത്രം തന്നെയാണ്, പ്രഥമയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന ശുഭദിനമാണ് ഇന്ന്. ശുഭദിനമാണ് ഇന്ന്. പ്രഥമ, അവിട്ട നക്ഷത്രം, ശുഭനക്ഷത്രം, അതേപോലെ വ്യാഴാഴ്ച, ഇതെല്ലാം കൂടി ചേർന്ന് വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഓരോ ദിവസവും കൊള്ളാവുന്ന ദിവസവും കൊള്ളാത്ത ദിവസവും പറയണമെന്ന് വെച്ചാൽ, കൊള്ളാത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രയത്നിച്ചിട്ട് ചിലപ്പോൾ നടക്കേണ്ട കാര്യങ്ങൾ വരെ നടക്കാതെ പോവും. അതുകൊണ്ട് ആ ഒരു ദിവസം മാറ്റിവെക്കണം. കൊള്ളാവുന്ന ദിവസം നമുക്ക് ചിലപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ വരെ നടക്കും. കാരണം പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളിൽ ആൾക്കാരും പോസിറ്റീവ് ആവും. ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്തു തരേണ്ട ഒരാളാണെന്ന് വെച്ചോളുക. ആ ആളിന് നെഗറ്റീവ് ബാധിച്ചിരിക്കുന്ന ദിവസമാണെങ്കിൽ അയാൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അയാൾ നമുക്ക് നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യും. നമുക്ക് കിട്ടേണ്ട ഓരോ കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവിന് വരെ നെഗറ്റീവായിട്ട് മാറും. അതൊക്കെ കൊണ്ടാണ് ഓരോ ദിവസവും നമ്മളെ ദിവസം വേസ്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ച് ഇത് ചാനലിലൂടെയും അല്ലാതെയും നിങ്ങളെ അറിയിക്കണേ. അപ്പോൾ ഇത് ഞാൻ രാവിലെ എൻ്റെ രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ്, ഞാൻ ദിവസം നോക്കി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അതിൽ റിസൾട്ട് എനിക്ക് വരാറുണ്ട്. ഞാൻ തന്നെ എന്നെ പരീക്ഷണ വസ്തുവാക്കുന്ന ആളാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് ഗുണപ്രദമായി തീരട്ടെ എന്ന് കരുതിയാണ് ഈ ചാനലിലൂടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് നിത്യജ്യോതിഷമായിട്ട് തരുന്നത്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, അവിടുത്തെ നക്ഷത്രക്കാർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു വർഷം ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും. അതിന് സംശയം വേണ്ട. ഭാഗ്യത്തെ തരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. കാരണം നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കഴിഞ്ഞ പീരീഡുകളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും അത്ര കണ്ട് സക്സസ് ആയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. അപ്പോൾ കർമ്മഫലം തരുന്ന സമയം എന്താ വരെയാണ് വന്നു. അതുകൊണ്ട് കർമ്മഫലം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ സമയം മനസ്സിലാക്കി എന്ത് ചെയ്യണം? നല്ല പോലെ പ്രയത്നിക്കണം. ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ജോലിക്ക് ട്രൈ ചെയ്താൽ ജോലി കിട്ടും. ജോലിയിലിരിക്കുന്ന ആൾ പ്രമോഷന് വേണ്ടി ട്രൈ ചെയ്താൽ പ്രമോഷൻ കിട്ടും. അതുപോലെ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് കൊള്ളാം. ഇങ്ങനെ നമുക്ക് ഭാഗ്യദായകമാവുന്ന ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ധൈര്യമായിട്ട് നിങ്ങൾ ഇറങ്ങിക്കൊള്ളണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായ ദിവസമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഓരോ കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങളാണ് നമുക്ക് 12 മണിക്കൂർ പകലുള്ളതിൽ സൂക്ഷിക്കേണ്ടത്. ഒന്ന്, യാത്രയ്ക്ക് മാത്രമായിട്ട് യാത്രാ സമയം നോക്കി നമ്മൾ പോകുന്ന സമയം രാവുകാലം ആകിലും യാത്രയ്ക്ക് ഒഴിവാക്കുക. ശരിക്ക് ബാക്കി കാര്യങ്ങൾക്കൊന്നും രാവുകാലം പ്രശ്നമല്ല. യാത്ര ചെയ്യുന്ന കാര്യങ്ങൾക്ക് വഴിയിൽ അവൻ മുടക്കും എന്നാണ്. ഇപ്പം നമ്മൾ ജ്യോത്സ്യന്മാർ എല്ലാ കാര്യങ്ങൾക്കും രാവുകാലം ഒഴിവാക്കി കൊടുക്കും. കാരണം രാവുകാല സമയത്ത് ഏതെങ്കിലും മുഹൂർത്തം കുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ അതിനെയും കൊണ്ടുവരും. രാവുകാല സമയത്താണ് മുഹൂർത്തം കുറിച്ച് തരുന്നത്. മുഹൂർത്ത രാശിക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഉള്ളിൽ ഒരു അതൃപ്തി നിൽക്കും. അപ്പോൾ യാത്രയ്ക്കാണ് രാവുകാലത്തിന് ഏറ്റവും പ്രാധാന്യം. രാവുകാല സമയം 2:05 തൊട്ട് 3:31 വരെ. കലണ്ടറിലിട്ടിരിക്കുന്നതോ 1:30 മണി മുതൽ 3 മണി വരെ എന്നാണ്. വളരെ വ്യത്യാസമുണ്ട്. അരമണിക്കൂറിലേറെ വ്യത്യാസത്തിലാണ് ഇന്ന് രാവുകാലം കടന്നു പോണേ. അപ്പോൾ നമ്മൾ ആ കലണ്ടർ നോക്കിയിട്ട് യാത്ര തിരിക്കുകയും അല്ലെങ്കിൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിപരീത ഫലമല്ലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണേ. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം കലണ്ടറിലിട്ടിരിക്കുന്ന 9:30 മണി മുതൽ 11 മണി വരെ എന്നിട്ടിട്ടുണ്ട്. പക്ഷേ 9:44 തൊട്ട് 11:11 വരെയാണ് ഗുളികകാല സമയം.
അതുപോലെ യമകണ്ഠകാല സമയം 6:51 തൊട്ട് 8:17 വരെയാണ്. 6:30 തൊട്ട് 8 മണി വരെ എന്നാണ് കലണ്ടറിലിട്ടിരിക്കുന്നത്. പക്ഷെ നേരെ അതിനും വ്യത്യാസമാണ്. 6:51 തുടങ്ങുകയുള്ളൂ. ശരിക്കും 8:17 വരെ ഉണ്ട് താനും. അതുകൊണ്ടാണ് ഈ 3 സമയങ്ങളും നമ്മളിങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ കാരണം. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷപ്രദമായ ഐശ്വര്യപ്രദമായ ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം 12:14 തൊട്ട് 1:02 വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. 48 മിനിറ്റ് നേരം. ഈ സമയം മറ്റ് നെഗറ്റീവ് ദോഷങ്ങളൊന്നും ബാധിക്കാത്ത സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ 48 മിനിറ്റ് നേരം ശരിക്ക് 2 നാഴികയോളം സമയം. ഈ സമയം വളരെ ഐശ്വര്യപ്രദമായ സമയമാണ്. എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. ഇന്ന് ശുഭദിവസമാണ്, ബാക്കി സമയങ്ങൾ കൊള്ളാം. എന്നാലും അതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട സമയമെന്ന് വേണമെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ വിശേഷിപ്പിക്കാം. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശുഭകാര്യത്തിന് ഇറങ്ങാൻ പറ്റിയ ദിവസമെന്ന് ഞാൻ പറഞ്ഞു. ഇറങ്ങുമ്പോൾ നിങ്ങൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറിലുള്ള വസ്ത്രം കൂടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ കോട്ടായിട്ടോ ബ്ലൗസായിട്ടോ ഷാളായിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുതരാനും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.